നമസ്കാരം. നമഃശിവായ. കലിയുഗത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം വേഗത്തിലാവണം. എല്ലാം സുഖമായിരിക്കണം. കിട്ടിയ ഒരു ജന്മം വളരെ സുഖമായി തീർക്കണം. അപ്പോൾ സുഖം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് തൃപ്തിയാവാത്തത്, തൃപ്തമാകാത്തത്? എത്ര കിട്ടിയാലും മതി വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിമിഷനേരം കൊണ്ട് ആ സുഖത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ. എല്ലാ വക സ്വപ്നങ്ങൾക്കും എത്ര നേരമുണ്ടാവും? എന്തിനു വേണ്ടിയാണ് അത്രയും നേരം കഷ്ടപ്പെട്ടത്? അറിയുന്നില്ല. സുഖം ബന്ധങ്ങളെല്ലാം അറിയാതെ പോകുന്ന, കരുതലുകളില്ലാത്ത, പാറിപ്പറക്കുന്ന ചിന്തകൾ പരമാർത്ഥമായ സത്യത്തെ മറച്ചു വയ്ക്കുന്നു. മറയ്ക്കാൻ മാത്രമല്ല, മറക്കാനും ശ്രമിക്കുന്നു. ഒന്നുമില്ലെന്നറിയാത്ത മനുഷ്യൻ, അടുത്തതറിയാത്ത മനുഷ്യൻ. കാലദോഷമെന്ന് പറയുമോ, ഇതിനെ കർമ്മദോഷമെന്ന് പറയുമോ, ഇല്ല ചിന്തകളിലുള്ള ദോഷമെന്ന് പറയാമോ? എന്ത് യോഗമാണ് കലിയുഗത്തിൻ്റെ പ്രസക്തി? എന്താണ് ചെയ്യുന്നത്? ആരാണ് മനുഷ്യൻ? മൃഗങ്ങൾക്ക് പോലും കരുണ ജനിക്കുന്ന കാലഘട്ടം കലിയുഗം. അവർ പരസ്പരം തൻ്റെ വർഗം എന്നല്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ജീവരാശികളിലൂടെ കാണാൻ കഴിയുന്നു. അത് പട്ടി, കുരങ്ങ്, അങ്ങനെ ഒരുപാട് ജീവരാശികളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പക്ഷേ അറിവുണ്ടെന്ന് പറയുന്നവൻ, വളർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ, അത്ഭുതമാണ് മനുഷ്യജന്മമെന്ന് പറയുന്നവൻ എന്തേ തനിക്കും തൻ്റെ തലമുറയ്ക്കും വിഷം നൽകി ജീവിക്കുന്നു? എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ ജീവരാശികളുടെയും നാശത്തിന് ആഗ്രഹിക്കുന്നു. എന്തു ചെയ്യാൻ? എത്ര നാൾ, എത്ര കാലം? ഒന്നിനോടൊന്നനുബന്ധിതമായ ജീവിതം മറന്ന്, എല്ലാ ജീവരാശികളും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവർ എന്ന് മറന്ന്, തിരിച്ചറിവ് എന്ന് പറയുന്ന, മനുഷ്യ വളർച്ച എന്ന് പറയുന്ന സർവനാശം തൻ്റെ തലമുറയ്ക്ക് പോലും സ്വാർത്ഥതയുടെ മുഖത്തിൽ എന്തു ചെയ്യുന്നു? വിഷം കലർത്തി കൊടുക്കുന്നു. സ്വാർത്ഥലാഭം, സുഖഭോഗമായ ജീവിതം എന്ന് പറഞ്ഞ് പരസ്പരം കഴിക്കുന്നതിൽ, എല്ലാ വക ആഹാരങ്ങളിലും, വായുവിലും, കുടിക്കുന്ന വെള്ളത്തിലും വരെ വിഷം. എന്തൊരു കഷ്ടം! കലിയുഗത്തിൻ്റെ ആധിക്യം, കാലത്തിൻ്റെ മാറ്റം. കുടിലുകെട്ടി വാഴുന്നവൻ ഈ ബ്രഹ്മത്തെ അറിയാൻ, ഈ പ്രകൃതിയെ അറിയാൻ, പഠിക്കാൻ തുനിഞ്ഞിറങ്ങി ആ മാറ്റങ്ങൾ തേടി അലഞ്ഞു. ഗുരു പരമ്പരകളില്ലാതെ സ്വയം എല്ലാവരും ഗുരുവായി. ക്ഷേത്രങ്ങളുടെ സമ്പാദ്യപ്പിരവുകളായി മാറി. അല്ലേ? ക്ഷേത്രങ്ങളെല്ലാം സമ്പാദ്യം. ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാപനം. ക്ഷേത്രം പറഞ്ഞാൽ എന്താ? അറിയാതായില്ലേ? വ്യാപാര സ്ഥലങ്ങളായി മാറി എന്ന് പറയാം, അല്ലേ? അതല്ലേ ചുരുക്കം.
ശരിക്കും നമ്മുടെ അടയാളം എന്താണ്? നമ്മൾ എന്താണ് പറയാൻ വന്നത് ഈ ഭൂമിയിൽ? ഓരോ കർമ്മത്തിൻ്റെയും നിമിത്തമായ ജന്മം ഏത് കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഏത് ചിന്തയുടെ ഭാഗമാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന കർമ്മത്തിൻ്റെ നല്ലതും ചീത്തയുമായ എന്ത് അവസ്ഥയുടെ ഭാഗമാണ് നമ്മുടെ കർമ്മം, നമ്മുടെ യോഗം? ഓരോ കർമ്മത്തിലൂടെയും നാം എന്താണ് പഠിക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്, ഇല്ലെങ്കിൽ പറയാൻ വരുന്നത് ഒരു ജന്മം കൊണ്ട്? നേട്ടം, പരിഷ്കാരം, ആഡംബരം, അത്ഭുതം. എന്താണ് അത്ഭുതം? ഈ പിറവി കൊണ്ട് എന്താണ് അത്ഭുതം? നമ്മുടെ ജന്മം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, തലമുറയ്ക്ക് ഓർക്കാൻ കഴിയുന്ന രീതിയിലൊരു ഉപകാരം, പരോപകാരം കഴിഞ്ഞാലല്ലേ നമ്മുടെ ശ്രേഷ്ഠത? അതിന് സമയമില്ലാത്തവർക്ക് എങ്ങനെയാണ് അതിൻ്റെ ശ്രേഷ്ഠത? ആർക്ക് വേണ്ടിയാണ് ഈ ബാധ്യത? എന്തിനോ തേടി ഓടി ഈ ബ്രഹ്മത്തിലെ സത്യത്തെ തേടി ഓടി. ഒടുക്കം ഉണരാൻ കഴിഞ്ഞ ബ്രഹ്മസത്യത്തെ ഉണരാൻ കഴിഞ്ഞ സദ്ഗുരുക്കളെ തേടി ഓടി. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്നതെല്ലാം പോയി. ആവശ്യങ്ങൾക്കായി അറിവ് നേടാൻ പോയി. ഇപ്പോൾ ആവശ്യവുമില്ല, അറിവുമില്ല. അഹങ്കാരം മാത്രമായി, ആഡംബരം മാത്രമായി. എന്താണ് അത്ഭുതം? എന്താണ് ജന്മം? എന്തിനു വേണ്ടി എന്ന ബാക്കിയായി. ഏതിനും സമയമില്ലാത്ത, ബന്ധമില്ലാത്ത ഈ ജന്മം എല്ലാം ഒരു ലാഭത്തിൻ്റെ പുറത്ത്, ഒരു സുഖത്തിൻ്റെ പുറത്തേക്ക് മാറിപ്പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ലാഭം? എന്താണ് സുഖം? ശകലം പോലും നന്മ കരുതാൻ കഴിയാത്ത നമുക്ക് എന്താണ് ലാഭം? സ്നേഹിക്കാൻ മനസ്സിന് വലിപ്പമില്ലാത്ത ചിന്തകൾക്ക് എന്താണ് ലാഭം? ഈ ജീവിതം കൊണ്ടും ഒരു ജന്മം കൊണ്ടും ഒരിക്കലും ശാശ്വതമായ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ, ശാശ്വതമായി ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും സത്യത്തെ തിരിച്ചറിയാതെ, ജന്മത്തിൻ്റെ സുഹൃതം തിരിച്ചറിയാൻ ശ്രമിക്കാതെ, നേരമില്ലാതെ എന്തിലേക്കാണ് ഓടിക്കയറുന്നത്? ഇരുട്ടിൽ നിന്നും ജനിച്ചവൻ ഇരുട്ടിലേക്ക് മടങ്ങുന്ന നേരം. കാലം പറഞ്ഞ കഥയിലെ വെറും ഒരു അഭിനേതാവാണോ? അല്ല, അഭിനയിക്കുന്നവന് ആ സന്ദർഭത്തിലൂടെ കാണാൻ നിൽക്കുകയാണോ? എന്താണ് നിങ്ങളുടെ യോഗമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ കഴിയട്ടെ. കഴിയുന്ന ജന്മത്തിന് കാലത്തിൻ്റെ കരവിരുതുകളുള്ള സന്ദർഭം സത്യദർശനമായി ഭവിക്കട്ടെ. കലികാല ദർശനത്തിൽ സത്യത്തിൻ്റെ മുഖമുള്ള, പ്രകാശത്തിൻ്റെ മുഖമുള്ള ജന്മങ്ങൾക്ക് ഈ ജന്മത്തിൻ്റെ പ്രണാമം. നമസ്കാരം. നമസ്കാരം.